എന്താണ്? ഹലോ, ആരാ വിളിക്കണേ? എന്താ? ഞാന്റെ പേരെന്താ? ഉമ്മച്ചിയാണോ? സഫയാണോ? ഞാൻ കുട്ടി. ഞാൻ എല്ല. നീ ഉമ്മച്ചി. സഫ. ഓക്കെ ഓക്കെ. ഹലോ, ഉമ്മച്ചിയാണോ? എന്തുമ്മച്ചിയെ? ആ, ഞാൻ കുട്ടിയാണ്. എന്തുമ്മച്ചി വിളിച്ച്? ആണോ? ഇല്ല ഉമ്മച്ചി. പാപ്പച്ചി പാപ്പച്ചുണ്ണിയുടെ അടുത്തുണ്ടാ? ഉണ്ടാ? ഉമ്മച്ചിനോട് ആരാ പറഞ്ഞേ? പാപ്പച്ചി ബുള്ളറ്റുമ്പോ കയറിക്കോളാൻ പറഞ്ഞോ? ശരി കേട്ടോ ഉമ്മച്ചിയെ. ഓക്കെ. വാപ്പച്ചിയാ? വാപ്പച്ചി വന്നില്ല ഉമ്മച്ചിയെ. വാപ്പച്ചി പറ്റിച്ച്. പറ്റിച്ചു ഉമ്മച്ചിയെ. വാപ്പച്ചിനെ അടിക്കോ? വാപ്പച്ചി പറ്റിച്ചു ഉമ്മച്ചിയെ. എവിടെ? അതുകൊണ്ട് അടിക്കാട്ടാ. മരിച്ചു പോവൂലേ വാപ്പച്ചി? ഇല്ലല്ലേ? വാപ്പച്ചി വരുവോ? വാപ്പച്ചി വരുവോ? വാപ്പച്ചിന്നിട്ട് കളിക്കണോക്ക്. അത് വാപ്പച്ചി. ഞാന് എല്ല. അവള് ഉമ്മച്ചി. ഉമ്മച്ചി വാപ്പച്ചിനെ അടിക്കാൻ പോയിക്കാണ്. ഉമ്മച്ചിയെ, വാപ്പച്ചിനെ അടിച്ച? വാപ്പച്ചി എന്താ പറഞ്ഞേ? ഉമ്മച്ചിയെ, ഉമ്മച്ചിയെ, വാപ്പച്ചി എന്താ പറഞ്ഞേ? ഇക്ക് മുട്ടായി മേടിച്ചില്ല ഉമ്മച്ചി. ഓക്കെ. വാപ്പച്ചിനെ അടിച്ചിട്ട് മുട്ടായി മേടിച്ചിട്ട് വരാം. ഇനി എപ്പോഴാണോ അടിക്കാൻ എന്തൊക്കെയായിട്ട് പോയിണ്ട്. എന്തൊക്കെയാണ്? എന്തൊക്കെ കളിയാ കാണുന്നു ഞാൻ രാത്രി. വയ്യ. വാപ്പച്ചിനെ അടിച്ചാ? ഉമ്മച്ചിനെ അടിച്ചാ വാപ്പച്ചി? ഉമ്മച്ചിനെ അടിക്കൂലേ? ഉമ്മച്ചിയെ, ഉമ്മച്ചിയുടെ അടുത്തൊക്കെ എടുക്കണം ഉമ്മച്ചിയെ. ഉമ്മച്ചിയെ, ഉമ്മച്ചിയെ, ഉണ്ണിക്ക് മേടിച്ചതാ? താങ്ക് യു ഉമ്മച്ചിയെ. ഇത് വാപ്പച്ചി മേടിച്ചെന്നതാ? ഇക്കൊന്നും വേണ്ട വാപ്പച്ചി മേടിച്ചെന്നത്. വാപ്പച്ചിന് ഇഷ്ടല്ല. ഇല്ല, അപ്പിയാണ് വാപ്പച്ചി. പൊട്ട വാപ്പച്ചിയാണ്. ഇക്ക് വേണ്ട. ഉമ്മച്ചി മേടിച്ചതാണെങ്കിലും ഓക്കെ. വാപ്പച്ചി മേടിച്ചത് ഒന്നും വേണ്ട. അപ്പി വാപ്പച്ചിയാണ് എൻ്റെത്. ഇന്റെ വാപ്പച്ചിയാണ്. ഇന്റെ വാപ്പച്ചി നല്ല വാപ്പച്ചി. എൻ്റെ വാപ്പച്ചി അപ്പി. എല്ലാ ബേബിയുടെ വാപ്പച്ചി അപ്പിയാണ്. ഇക്ക് വേണ്ടത്. അപ്പി വാപ്പച്ചി. ഉമ്മച്ചി അടിച്ചെന്നതാ? എല്ലാ ബേബി അടിച്ചതാ? ഓക്കെ. വാപ്പച്ചി അടിച്ചെന്നൊക്കെ വേണ്ട. ഇവിടെ രാത്രി എന്തെന്ത് കളികളാന്നാണ് എൻ്റെ മോള്. വയ്യ. ഉമ്മച്ചിക്ക് മുടി കെട്ടിത്തരുന്ന സ്നേഹമുള്ള കുട്ടി. മുടി കിട്ടിയാ? ഐ സൂപ്പർ. മുടി കിട്ടിയാ? എന്നെ ഒന്നും കൂടി ഒതുക്കി കിട്ടിയെന്ന് ഉമ്മച്ചിക്ക്. കെട്ടിക്കോ മമ്മതെ. ഞാനെ കാണില്ലടാ. അവള് മുടി കെട്ടണം ഉമ്മച്ചിടെ.
കെട്ടിക്കഴിഞ്ഞാ സൂപ്പറായിട്ട് മുടിയിട്ടുണ്ട്. ഇതാരാ പഠിപ്പിച്ചെന്ന് മാഡം മോൾക്ക് മുടിയിട്ടാന്? ക്ലിപ്പ് കണ്ട കളഞ്ഞാ? ക്ലിപ്പോ എന്നോട് ചോദിക്കണ? ഞാനും കിട്ടിണ്ട്. ക്ലിപ്പ് എവിടെ പറഞ്ഞ പോലെ? ക്ലിപ്പ് എന്നെ കാലുമ്മ മുടി കെട്ടിട്ടാ 12 മണിക്ക് ഉറക്കം ഇപ്പൊ ഒരാളായിട്ട് അച്ഛനും അമ്മയും കളിച്ചിട്ടുള്ളു. ക്ലിപ്പ് കിട്ടിയാ മാഡം? ക്ലിപ്പ് ഇട്ടാ നോക്കട്ടെ. ഇനി മതിയ മുടിയിട്ടത്? ഹലോ എന്തേ ചേച്ചോ? കെട്ടിക്കോ. അതെ ഇവിടുന്ന് കെട്ടത്. ഞാനും കിട്ടുന്നു. കെട്ട് മുടി. ഞാൻ കിട്ടണ്ട്. അമ്മ അതിപ്പോ ഡ്രസ് ഇട്ടിട്ട് വന്ന ഡ്രസ് മതി മതി. നീ മുടിയിട്ടത് മതിക്കിന് വേദന കൊണ്ട് ഞാനല്ല ഭംഗിയിലാണ് മുടി കിട്ടാം. മതി എനിക്ക് വയ്യ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുഖത്താ? പിമ്പിൾസ് ഉണ്ട്, കുരുകളുണ്ട്. കുരുകളില്ലേ? ഇപ്പൊ ഇംഗ്ലീഷ് മറ്റേ ഒരു മുള്ളുള്ള സാധനം തോന്നേ. അതിന്റെ പേരിക്കറിയില്ല. ഇതോ ഡോക്ടർക്ക് പേരറിയില്ല. അതിന്റെ പേരല്ലേ? ഡോക്ടറാണ് ഇട്ടത്. എന്തിന്റെ ഡോക്ടറാ? സ്കിൻ ഡോക്ടറാണോ? എന്തിന്റെ ഡോക്ടറാ? ഓക്കെ ഓക്കെ. ഈ മരുന്ന് കുതിച്ചാൽ മാറുന്ന അത് 2 പ്രാവശ്യം വീട്ടിൽ കഴിക്കണ്ട 4 ദിവസം. പിന്നില്ലേ അതിന്റെ ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്യാട്ടാ. പിന്നില്ലേ പേഷ്യന്റ് വന്നിട്ടുണ്ട്. എന്താ പറ്റി? പനി മാത്രമല്ല പിന്നെന്താ? പനി മാത്രമുള്ളോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങട്ടെ ഡോക്ടറെ? ഓക്കെ ശരി. വിശക്കണ്. എനിക്ക് ചോറ് കഴിക്കണം ഡോക്ടറെ. സമയം എത്രയോ? 1:56. വിശക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ പോയി കഴിച്ചോണ്ട്. ചിക്കൻ കറി വേണ്ട. ഇവിടെ പിന്നെ ഒക്കെ പാതിരാത്രി പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാട്ടോ വിശക്കണം. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തതാ, പക്ഷെ എനിക്ക് അപ്പം വിശക്കണില്ല, അതൊന്നും കഴിച്ചില്ല. ചിക്കൻ കറി വേണ്ട. മീൻ പൊരിച്ചതും അയിലക്കറി. കുറേ ദിവസമായി അയിലക്കറി ഇട്ടിട്ട്. പക്ഷെ എന്താന്നറിയില്ല കഴിക്കാൻ വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തോ തോന്നണില്ല. കൊണ്ടോ കുറച്ച് ചോറ് ഇട്ടിട്ടുള്ളൂ. വലിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട്, തിന്നില്ല. നോക്കാം. എന്തിനാ പേര്? ബില്ലില്ല.
ഏതാ മരുന്ന് അറിയണ്ടേ? അതാ മരുന്നിന് എന്റെ പേരാ വേണ്ടത്, മരുന്നിന്റെ പേരല്ല വേണ്ടത്. മരുന്നിന്റെ പേരും അന്നാക്കും വിശക്കണ്ടോ? പിന്നല്ലേ പേരെന്താ? എന്റെ പേര് സഫ കബീർ. സഫ NP. എന്റെ പേര് സഫ കബീർ. രസം, രസം, അയിലക്കറി, അയില പൊരിച്ചത്. റെസ്റ്റ് എടുക്കാട്ടോ. അപ്പൊ ഞാൻ ജോലിക്ക് പോവാൻ എങ്ങനെ? ചോറ് വെച്ചിട്ട് ബൈ. സീ എനിക്ക് വേണ്ടേ? വിശന്ന് ഭയങ്കര 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 വയറ് കാണിച്ച ഞാൻ ചോറ് തിന്നത് ഇപ്പൊ. പക്ഷെ വിശപ്പല്ല, വയറ് കാണുന്നതിന്. ഇപ്പൊ ചില പല്ലുവേദനയുടെ ഉള്ളിൽ വെച്ചാല് നമുക്ക് നല്ല വയറ് കാണിച്ചുണ്ടാവൂലേ, അതേപോലെ വയറ് കാണുക. അപ്പൊ ഈ മാങ്ങ എനിക്ക് മുമ്പ് എടുത്ത് വെച്ചതായിരുന്നു. ഞാൻ നാളെ ഷോപ്പിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചതാ. പക്ഷെ എന്നെ സമ്മതിക്കുന്നില്ല വയറ് കാണിച്ച. പിന്നെ നട്ടപ്പ അതിരാത്രി അപ്പൊ ഒന്നും ഇല്ല, ചോറ് കഴിച്ചിട്ടൊന്നും മാറിയില്ല. ഇത് മാറൂല, കാരണം വയറ് കാണിച്ചില്ല, വിശപ്പല്ലല്ലോ. എന്താണാവോ? മറ്റൊരു പല്ലുവേദന ഉള്ളിൽ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു വയറ് കാണിച്ച വരിക. നീ കഴിക്ക്, തോല് കഴിക്ക്. ഇവിടെ ഒരു കഷ്ണം കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അത് പോരാ, അവൾക്ക് ഇനിയും വേണം. മാങ്ങ അടിപൊളി മാങ്ങ കേട്ടോ. ഇവിടെ എന്താ പറയണത്, രണ്ടുപേർക്കും ചെറിയ പീസാ കൊടുത്തത്. അപ്പൊ അതിനുള്ള കിടന്നിട്ട് വലിയ പീസ് കിടന്നിട്ട് അതിന് മുറിക്കാണ്ട്. ഇവിടെ എല്ലാവരുടെ സ്വഭാവം എന്താന്ന് പറയാ, ചെറുതൊന്നും പോരാ, വലുത് വേണം. കിടന്ന് കറിയാൻ നിൽക്കും, അതുകൊണ്ട് അവൾക്ക് ഉള്ളത് കൂടി കിട്ടാണ്ടാവും. ഉറക്കം വന്നിട്ട് എന്റെ കണ്ണൊക്കെ നോക്കി ഇഷ്ടം. ഈ മാങ്ങ തൊലിയോടുകൂടി കഴിക്കണം, അല്ലാണ്ട് കഴിക്കാൻ ടേസ്റ്റ് ആണ്. തൊലിയോടുകൂടി കഴിക്കണം. ഉമ്മച്ചിക്കാണ്, അവനൊക്കെ രാവിലെ ഇരുന്ന് കൊറേ കഴിച്ച. എനിക്ക് ആ ഷോപ്പിൽ പോണ എനിക്ക് കിട്ടാത്ത ഉമ്മ എനിക്ക് ഒരെണ്ണം എടുത്തേച്ചതാണ്. ഇതൊക്കെ ആർക്കുള്ളതാ? മാത്രം കുഞ്ഞ പീസ്, ഞങ്ങൾക്ക് മാത്രം. ഉമ്മക്ക് മാത്രം വലിയ പീസ്. ഇത് തൊലിയോടുകൂടി കഴിക്കാനും തൊലി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ്. അടിപൊളിയാ. രണ്ടുപേർക്കും കഷ്ണം കൊടുത്തിട്ടുണ്ട്. ഞാൻ തീരില്ല, ആരൊക്കെ രാവിലെ കഴിച്ചവരാണ്, നിങ്ങൾ കഴിക്കാത്തതാണ്.